ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എക്സൽ വിത്ത് ആഷിഫിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളെ ടോപ്പിക് എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ഒരുപാട് ആൾക്കാർ മോസ്റ്റ്ലി ചെയ്യുന്നത് എക്സൽ റിലേറ്റഡ് വീഡിയോസാണ്, അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റ് ഓഫീസ് റിലേറ്റഡ് വീഡിയോസാണ്. അപ്പോൾ എനിക്ക് ഒരുപാട് എൻക്വയറീസ് വരുന്നൊരു കാര്യമാണ് ഓഫീസിൽ ലൈസൻസ് ഇൻവാലിഡ് കാണിക്കുക, അതേപോലെ അൺലൈസൻസ്ഡ് കാണിക്കുക, എക്സൽ യൂസ് ചെയ്യാൻ പറ്റാതിരിക്കുക, അല്ലെങ്കിൽ വേർഡ് യൂസ് ചെയ്യാൻ പറ്റാതിരിക്കുക, ഇങ്ങനത്തെ ഒരുപാട് പ്രോബ്ലംസ്, അതേപോലെ തന്നെ ഒരുപാട് ഫങ്ഷൻസും കാര്യങ്ങളും കിട്ടാതിരിക്കുക. ഇതൊക്കെ വരുന്നത് മെയിൻലി നമ്മൾ ക്രാക്ക് വേർഷൻസും അതുപോലെ തന്നെ ഓൾഡ് വേർഷൻസെല്ലാം യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് ഈ ഒരു പ്രശ്നം നമുക്ക് നേരിടുന്നത്. അപ്പോൾ ഒരുപാട് സ്ഥാപനങ്ങളിലും ഇപ്പം നിങ്ങൾ UAE-ലാണെങ്കിലും കേരളത്തിലാണെങ്കിലും എവിടെയാണെങ്കിലും അവരിപ്പം ലാപ്ടോപ്പ് കൊടുത്തിട്ട് നമ്മൾ എക്സൽ ഇൻസ്റ്റാൾ ചെയ്യണം എന്ന് പറഞ്ഞാൽ അവർ നോർമലി പറയാം നിങ്ങൾക്ക് എക്സൽ ഓഫീസ് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി 12,000 ഇല്ലെങ്കിൽ നല്ലൊരു എമൗണ്ട് ചാർജ് ആവുന്നത്. ഇപ്പം നമുക്ക് നോക്കിയാൽ തന്നെ നമുക്കിപ്പം മൈക്രോസോഫ്റ്റിൻ്റെ റേറ്റ് ഇവിടെ നോക്കിയാൽ തന്നെ നല്ലൊരു രീതിയിലുള്ള എമൗണ്ട് വരുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഹോം എടുത്താൽ ഇയർലി പാക്കേജെല്ലാം ആകുമ്പം 8,200, അതേപോലെ തന്നെ നല്ലൊരു എമൗണ്ട് നിങ്ങൾക്ക് വരുന്നുണ്ട്. 10,000 രൂപയെല്ലാം നിങ്ങൾക്ക് എമൗണ്ട് ഒറിജിനലിന് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റേതായ സ്പെക്കും കാര്യങ്ങളും നിങ്ങൾക്ക് അവർ പ്രൊവൈഡ് ചെയ്തിരുന്നുണ്ട്. 1 TB സ്റ്റോറേജ്, OneDrive-ന്റെ ക്ലൗഡ് സ്റ്റോറേജ് അടക്കം അവർ പ്രൊവൈഡ് ചെയ്തിരുന്നുണ്ട്. അപ്പോൾ ഇതാകുമ്പോൾ ഇത്ര എമൗണ്ട് ആകുമെന്ന് പറഞ്ഞിട്ട് അവർ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരും. നിങ്ങൾ 1,000 റുപ്പീസ് ഇല്ലെങ്കിൽ 600 റുപ്പീസ് ഇല്ലെങ്കിൽ 2,000 റുപ്പീസിന് നിങ്ങൾക്ക് എക്സലിൻ്റെ ക്രാക്ക് കയറ്റി തരാമെന്ന് പറയും. അതായത് ക്രാക്ക് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്ത് തരാമെന്ന് പറയും. അപ്പോൾ അവരെന്താ ചെയ്യുന്നത് വെച്ചാൽ നിങ്ങൾ നെറ്റ്വർക്കും കാര്യങ്ങളും ഡിസ്കണക്ട് ചെയ്തിട്ട് ക്രാക്കും കാര്യങ്ങളും ഇൻസ്റ്റാൾ ചെയ്തിട്ട് വിടും. ഇതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ക്രാക്ക് ഒരു കാരണവശാലും ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല. നിങ്ങൾ ഒരു കാരണവശാലും ക്രാക്ക് യൂസ് ചെയ്യാൻ പാടില്ല. നിങ്ങൾ നെറ്റ്വർക്കും കാര്യങ്ങളൊന്നും ഉപയോഗിക്കാത്ത ആളാണ്, ജസ്റ്റ് സ്റ്റഡി പർപ്പസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്രാക്ക് വേണമെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യാം. അതും ആൻറ്റിവൈറസ് ഇട്ട് സ്കാൻ ചെയ്തതിന് ശേഷം മാത്രം. ഓക്കെ, അപ്പോൾ അങ്ങനെ ഇൻസ്റ്റാൾ ചെയ്താലും നിങ്ങൾക്കത് ഇപ്പോൾ നെറ്റ്വർക്കും കാര്യങ്ങളിൽ യൂസ് ചെയ്യുന്നവരാണ്, ഇല്ലെങ്കിൽ ഓഫീസ് കാര്യങ്ങളിൽ യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അത് എന്തായാലും എക്സ്പയർ ആവും. ഒരു 5 മാസം അല്ലെങ്കിൽ 6 മാസം കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് ലൈസൻസ് എന്തായാലും നിങ്ങളോട് ചോദിക്കും. ലൈസൻസ് ചോദിക്കുമ്പോൾ നിങ്ങൾക്കത് യൂസ് ചെയ്യാൻ പറ്റാതിരിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ആദ്യം അത് അൺഇൻസ്റ്റാൾ ചെയ്തിട്ട് ഒന്നും കൂടി ഈ ഒരു മൊബൈൽ ഷോപ്പ് പോയിട്ട് ഇല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഷോപ്പ് പോയിട്ട് ആദ്യം ക്രാക്ക് ഇൻസ്റ്റാൾ ചെയ്യും. അപ്പോൾ ഇതിനെല്ലാം ഇപ്പോൾ നിങ്ങൾക്ക് എമൗണ്ട് ഒരു പ്രശ്നമാണ്. നിങ്ങൾക്ക് എക്സലും കാര്യങ്ങളെല്ലാം സ്റ്റഡി പർപ്പസ് ഇല്ലെങ്കിൽ ഓഫീസ് പർപ്പസിന് നിങ്ങൾക്ക് ഉപയോഗിക്കണമെങ്കിൽ നമ്മൾ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എക്സലിൻ്റെ 500 റുപ്പീസിന് ഒറിജിനൽ 365 നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഒരുപാട് വെബ്സൈറ്റും അങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ജെനുവിനായിട്ടുള്ളൊരു വെബ്സൈറ്റിലേക്ക് പോവുക. മൈക്രോസോഫ്റ്റിന് ലിങ്ക് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്ന ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. അപ്പോൾ അവർ പ്രൊവൈഡ് ചെയ്തിരുന്നു വെച്ചാൽ നമുക്കിപ്പോൾ ഒരു പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ സബ്ബായിട്ടൊരു മെയിൽ ID-യിലാണ് പർച്ചേസ് ചെയ്യുക. അപ്പോൾ ആ മെയിൽ ID-യിൽ എനിക്ക് മൈക്രോസോഫ്റ്റ് ഓഫീസ് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഇല്ല മെയിൽ IDs ഇപ്പം നിങ്ങൾക്ക് മൈക്രോസോഫ്റ്റ് എക്സൽ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മളെ കയ്യിൽ നിന്ന് 500 റുപ്പീസ് കൊടുത്ത് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൈക്രോസോഫ്റ്റിൻ്റെ ഒരു യൂസർ നെയിമും പാസ്വേഡും നമ്മൾ പ്രൊവൈഡ് ചെയ്ത് തരും. അതുപോലെ തന്നെ അതിൻ്റെ ഇൻസ്റ്റാളേഷൻ ഗൈഡ്ലൈനും. അപ്പോൾ ഇതുപോലെ നിങ്ങൾ മൈക്രോസോഫ്റ്റ് ലോഗിൻ ചെയ്ത് അത് ജസ്റ്റ് ആ ഒരു ഇമെയിൽ ID-യും പാസ്വേഡും, ഇമെയിൽ ID എന്ന് വെച്ചാൽ ഒരു യൂസർ നെയിമും പാസ്വേഡും, അത് വെച്ചിട്ട് നിങ്ങൾ ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത പാട് നിങ്ങൾക്കത് പാസ്വേഡ് ചേഞ്ച് ചെയ്യാം. പാസ്വേഡ് ചേഞ്ച് ചെയ്യാന്ന് വെച്ചാൽ നിങ്ങൾക്ക് മാത്രമായിട്ട് അത് യൂസ് ചെയ്യാം. നമ്മളത് നിങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നൊരു യൂസർ നെയിം പാസ്വേഡാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് 5 ഡിവൈസ് വരെ യൂസ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് 5 മൊബൈലിലായിക്കോട്ടെ, വേറെ സിസ്റ്റത്തിലായിക്കോട്ടെ, അല്ലെങ്കിൽ ഓഫീസിലായിക്കോട്ടെ, 5 സിസ്റ്റത്തിൽ ആ ഒരു ലൈസൻസ് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. അതിന് 1 ഇയർ നമ്മൾ ഇത് കൊടുക്കുന്നുണ്ട്, വാറണ്ടി കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ലൈഫ് ടൈമാണ് അതിൻ്റെ കാര്യങ്ങൾ, സർവീസും കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്യും. അതായത് ലൈഫ് ടൈം വാലിഡിറ്റി ആണ്, ഒരിക്കലും കട്ടാവില്ല. പക്ഷേ 1 ഇയർ മാത്രമേ അതിൻ്റെ വാറണ്ടി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. കാരണം എന്ന് വെച്ചാൽ നിങ്ങളത് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്കായിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്ത് തരുന്നതാണ്. നിങ്ങളതിൻ്റെ പാസ്വേഡും കാര്യങ്ങളും ചേഞ്ച് ചെയ്താൽ നമ്മളെ ആക്സസും കാര്യങ്ങളും അതിൽ നിന്ന് പോയി. നിങ്ങളെ ഓൺ യൂസർ നെയിം പാസ്വേഡ് അതായി. അത് നിങ്ങൾ സിസ്റ്റത്തിൽ നിന്ന് നിങ്ങൾ സിസ്റ്റം ഫോർമാറ്റ് ചെയ്യുകയോ അൺഇൻസ്റ്റാൾ ചെയ്യുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായി ആ ലൈസൻസ് അവിടെ നിന്ന് പോകും. അതല്ലെങ്കിൽ പിന്നെ നിങ്ങൾ യൂസർ നെയിം പാസ്വേഡും എവിടെയെങ്കിലും കുറിച്ച് വെക്കാം. അത് കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്കത് റിക്കവറി ചെയ്തെടുക്കാൻ വരുന്നത് പോസിബിൾ അല്ല. ഓക്കെ, 1 ഇയർ വരെ മാത്രമേ നമുക്ക് അതിൻ്റെ സർവീസ്
പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് അത് എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യാമെന്നുള്ളത് നമുക്ക് ഈ ഒരു വീഡിയോയിലേക്ക് ഡയറക്റ്റ് പോകാം. അപ്പോൾ ഞാൻ ഓൾറെഡി മൈക്രോസോഫ്റ്റ് യൂസ് ചെയ്യുന്നുണ്ട്. ഓഫീസ് ഇവിടെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലായി, ഞാൻ ഓൾറെഡി യൂസ് ചെയ്യുന്നുണ്ട്. എനിക്ക് ലൈസൻസും കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ്. ഓൾറെഡി ലൈസൻസും കാര്യങ്ങളെല്ലാം എനിക്കുണ്ട്. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് അൺഇൻസ്റ്റാൾ ചെയ്തിട്ട് പുതിയത് ഇൻസ്റ്റാൾ ചെയ്ത് കാണിക്കാം. ഇവിടെ 365 കാണുന്നുണ്ട്. ജസ്റ്റ് ഇതൊന്ന് അൺഇൻസ്റ്റാൾ ചെയ്യുന്നു. അൺഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഇപ്പോൾ എന്തെങ്കിലും എക്സലും കാര്യങ്ങളില്ല. ഇത് എക്സൽ ഫയലാണ് ഉണ്ടായത്. ഇപ്പോൾ ഇതിനെ ഓപ്പൺ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങൾക്കൊരു വാണിംഗ് കാണിക്കും ഏത് ഫയലാണ് ഓപ്പൺ ചെയ്യേണ്ടത്. എക്സൽ കാര്യങ്ങൾ അടിച്ച് നോക്കിയാൽ ഇവിടെ കാണാം വെരിഫൈ അക്കൗണ്ട്. ഇത് ഓപ്പൺ ആകുന്നില്ല. ഓക്കെ, അപ്പോൾ എൻ്റെ ഇപ്പോൾ എക്സൽ കംപ്ലീറ്റ്ലി റിമൂവ് ആയി പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ നിങ്ങൾക്ക് നിങ്ങളെ സിസ്റ്റത്തിൽ മൈക്രോസോഫ്റ്റ് ഓഫീസ് 365 ഡൗൺലോഡ് ചെയ്യുന്നതെന്നാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് നിങ്ങളെ ബ്രൗസർ ഒന്ന് ഓപ്പൺ ചെയ്യാം. ബ്രൗസർ ഓപ്പൺ ചെയ്തതിന് ശേഷം office.com എന്ന് കൊടുക്കുക. ഇതാണ് മൈക്രോസോഫ്റ്റ് ഓഫീസിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ്. അപ്പോൾ നിങ്ങൾക്കൊരു യൂസർ നെയിമും പാസ്വേഡും നമ്മൾ പ്രൊവൈഡ് ചെയ്ത് തന്നിട്ടുണ്ടാവും. ജസ്റ്റ് അതിൽ കയറിയിട്ട് ലോഗിൻ ചെയ്യാം. പാസ്വേഡും കാര്യങ്ങളും കൊടുത്ത് ലോഗിൻ ചെയ്യാം. ഇങ്ങനെ ഒരു യൂസർ നെയിം ആയിരിക്കും നിങ്ങൾക്ക് തരാം. അത് ജസ്റ്റ് ഒരു കോഡ് ഉണ്ടാവും @office365online.com എന്നാണ് പറഞ്ഞിട്ടുണ്ടാവുക. ജസ്റ്റ് സൈൻ ഇൻ ചെയ്യാം. നിങ്ങൾക്കിത് ഇവിടെ സ്റ്റേ ചെയ്ത് നിർത്തണമെങ്കിൽ ജസ്റ്റ് യെസ് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ലോഗിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ലോഗിൻ ചെയ്യുമ്പോൾ തന്നെ നിങ്ങളോട് പാസ്വേഡ് റീസെറ്റ് ചെയ്യാൻ പറയും. അപ്പോൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഓൾഡ് പാസ്വേഡ് കൊടുക്കുക. 2 നിങ്ങളതായ ഒരു പാസ്വേഡ് നിങ്ങൾ സെറ്റ് ചെയ്യാം. ഓക്കെ, അതിനുശേഷം ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസിലേക്ക് വരും. അതല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ കണ്ടോ ഇൻസ്റ്റാൾ ആൻഡ് മോർ എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഇത് ക്ലിക്ക് ചെയ്യുക. ഇൻസ്റ്റാൾ മൈക്രോസോഫ്റ്റ് 365 ആപ്പ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളൊരു പ്രൊഫൈലിലേക്കാണ് നിങ്ങൾ റീഡയറക്റ്റ് ആവുക. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രൊഫൈൽ പേജിലേക്ക് നിങ്ങൾ എത്തും. ഇവിടെ നിങ്ങൾ ജസ്റ്റ് ഇൻസ്റ്റാൾ ഓഫീസ് എന്ന് പറഞ്ഞിട്ട് കൊടുത്താൽ മതി. ജസ്റ്റ് നിങ്ങൾക്കൊരു സെറ്റപ്പ് ഫയൽ ഇവിടെ നിന്ന് ഡൗൺലോഡ് ആവും. 7.2 MB മാത്രമേ അതിൻ്റെ ഒരു സൈസ് ഉള്ളൂ. അപ്പോൾ നമുക്കിത് സെറ്റപ്പ് ഫയൽ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വലിയ ടൈമും കാര്യങ്ങൾ വേണ്ട. പക്ഷേ സെറ്റപ്പ് ഫയൽ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് കുറച്ച് ടൈം കൺസ്യൂം ചെയ്യുന്ന കുറച്ച് പരിപാടിയാണ്. കാരണം ഇത്രയും ആപ്ലിക്കേഷൻസ് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ആവണം. അതായത് എക്സൽ, വേർഡ് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ആവണം. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടത്, നമുക്കിതിൽ ഈ ഒരു 500 rupees നമ്മൾ പർച്ചേസ് ചെയ്യുമ്പം ഇതിൽ ക്ലൗഡൊന്നും കിട്ടില്ല. നിങ്ങൾക്കിപ്പം OneDrive ഇപ്പം മൈക്രോസോഫ്റ്റ് 8,000-9,000 രൂപ കൊടുത്ത് വാങ്ങിച്ചാൽ 1 TB ക്ലൗഡ് സ്റ്റോറേജ് കിട്ടും. ക്ലൗഡ് സ്റ്റോറേജിൽ കിട്ടില്ല. നിങ്ങൾക്ക് ഓഫീസ് ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യാം. അത് ഓൺലൈനിലായിട്ടും ഓഫ്ലൈനിലായിട്ടും മൊബൈലിൽ നിങ്ങൾക്ക് ഒറിജിനൽ തന്നെ ലൈഫ് ടൈമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ കേട്ടോ. ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യുമ്പം എസ് കൊടുക്കുക. അപ്പോൾ ഇൻസ്റ്റാളേഷൻ പ്രോസസ്സ് നടക്കുന്നുണ്ട്. ഇത് കുറച്ച് ടൈം എടുക്കുന്ന പ്രോസസ്സാണ്. അപ്പോൾ നിങ്ങളിൽ ഓൾറെഡി വേറെ ഏതെങ്കിലും വേർഷൻസ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ 2019, 13, 2016, 2021 ഏതെങ്കിലും ഓൾഡ് വേർഷൻസ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊന്ന് അൺഇൻസ്റ്റാൾ ചെയ്തിട്ട് അതിന് ശേഷം ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്നതായിരിക്കും കൂടുതൽ ബെറ്റർ ആവുന്നത്. നിങ്ങൾ നിലവിൽ യാതൊന്നും ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ ഇപ്പോൾ പറഞ്ഞ പോലെ ഈ പ്രൊസീജിയറിൽ തന്നെ ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്ത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നതാണ്. നിലവിൽ വേറെ ഏതെങ്കിലും വേർഷൻസ് ഉണ്ടെങ്കിൽ ഞാൻ അൺഇൻസ്റ്റാൾ ചെയ്തതുപോലെ തന്നെ ഒന്ന് അൺഇൻസ്റ്റാൾ ചെയ്തിട്ട് ഫസ്റ്റ് മുതലേ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് ഇൻസ്റ്റാൾ ആയിട്ട് വരുന്നവരെ വെയിറ്റ് ചെയ്യാം.
അപ്പോൾ നമ്മളെ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. യുവർ ഓൾ സെറ്റ് എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. ജസ്റ്റ് ക്ലോസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഓൾറെഡി എക്സൽ ഫയൽ ഉണ്ടായതെല്ലാം ഇവിടെ വിസിബിളായി വന്നിട്ടുണ്ട്. നമുക്ക് എക്സൽ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കാം. എക്സൽ ഓപ്പൺ ആവുന്നുണ്ട്. ഇവിടെ മൈക്രോസോഫ്റ്റ് 365 എന്ന് കാണിക്കുന്നുണ്ട്. ജസ്റ്റ് ബ്ലാങ്ക് ഓപ്പൺ ചെയ്യുമ്പോൾ എല്ലാം ഓക്കെ ആണ്. ജസ്റ്റ് ഫയൽ നോക്കുന്നു. ഇവിടെ എനിക്ക് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ലൈസൻസും കാര്യങ്ങളൊന്നും പ്രശ്നം കാണുന്നില്ല. ഓക്കെ, അപ്പോൾ ഇത് ബൈ ചെയ്യണമെങ്കിൽ, പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മൾ ഈ UPIഡിയിലേക്ക് പേയ്മെൻറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് ഈ ഒരു വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നമ്മളൊരു ലിങ്ക് കൊടുക്കുന്നുണ്ട് വാട്സപ്പിൻ്റെ. അതിലേക്ക് ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് അയച്ചാൽ മതി. നിങ്ങൾക്ക് യൂസർ നെയിം പാസ്വേഡെല്ലാം സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ കമ്മ്യൂണിറ്റിയും കാര്യങ്ങളെല്ലാം റൺ ചെയ്യുന്നുണ്ട്. അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരും ജസ്റ്റ് വാട്സപ്പിൽ ഹായ് അയച്ചാൽ മതി. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇറ്റ്സ് മീ ആഷിഫ് സൈനിങ് ഔട്ട്.